ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. സാർ, അധികാര വികേന്ദ്രീകരണവും സ്ത്രീ ശാക്തീകരണവും നടപ്പാക്കുന്ന കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പുലർത്തുന്നത്. സാർ, സർക്കാരിൻ്റെ മുൻഗണനയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് പലപ്പോഴും സംശയമാണ്. സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സർക്കാരിൻ്റെ മുൻഗണനയാണ്. സാർ, പഞ്ചായത്ത് സമിതികളും കുടുംബശ്രീ സംവിധാനവും ചേർന്നുകൊണ്ട് ഏതാണ്ട് 64,000 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. സാർ, 2023 നവംബർ മാസം 1-ാം തീയതി അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. 2024 നവംബർ 1 ആയപ്പോൾ 30,658 കുടുംബങ്ങളെയാണ് സാർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. സാർ, 2025 നവംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ 64,606 കുടുംബങ്ങളെയും ശാക്തീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സാർ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് സാർ LDF സർക്കാരിൻ്റെ മുൻഗണന എന്ന് പറയുന്നത്. സാർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മുൻഗണനയാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. സാർ, അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാത്ത 10,000-കണക്കിന് ആളുകൾക്ക് തലചായ്ക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻഗണനാടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാർ ലൈഫ് പദ്ധതി. സാർ, 3,75,651 കുടുംബങ്ങൾക്കാണ് വീട് പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ നൽകിയിട്ടുള്ളത് അടക്കം പരിശോധിക്കുമ്പോൾ 5 ലക്ഷത്തോളം വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാർ, അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ലിസ്റ്റിലുള്ളവർക്കെല്ലാം നമുക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിയണം. സാർ, ഒരുപാട് പേർ അപേക്ഷകരായി കാത്തു നിൽക്കുകയാണ്. സാർ, 1-2 വർഷക്കാലത്തിനുള്ളിൽ അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് പഞ്ചായത്തിന് വായ്പ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, നേരത്തെ EMS ഭവന നിർമ്മാണ പദ്ധതിയുടെ കാര്യത്തിലുമൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ അവലംബിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ 2 വർഷക്കാലത്തിനിടയിൽ പരമാവധി ആളുകൾക്ക് നമുക്ക് വീട് പൂർത്തീകരിച്ച് കൊടുക്കുവാൻ കഴിയും. സാർ, അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പല കാരണത്താൽ റേഷൻ കാർഡ് ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ രേഖ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. സാർ, അവർക്കെല്ലാം അപേക്ഷിക്കാൻ ഒരവസരം കൂടി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗവൺമെൻറ് ഒരു പ്രത്യേക താല്പര്യമെടുത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ലൈഫിൻ്റെ മാനദണ്ഡങ്ങൾക്ക് പുറത്തായിട്ടുള്ള നിരവധിയായിട്ടുള്ള അപേക്ഷകരുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും? അതിൽ അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാർ, അതുപോലെ തന്നെ പ്രളയമടക്കമുള്ള ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെടുന്ന ആളുകൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്ന നടപടികൾ ആലോചിച്ചാൽ അത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ്. സാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മിസോറാമിന് പിന്നിൽ കേരളം 2-ാം സ്ഥാനത്ത്. 67 ദിവസങ്ങളാണ് കേരളം നൽകുന്നത്. സാർ, ദേശീയ ശരാശരി 52 സ്ത്രീ പ്രാതിനിധ്യത്തിൽ കേരളം വളരെ മുന്നിൽ നിൽക്കുകയാണ്. സാർ, കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയോട് എടുക്കുന്ന സമീപനം 73,000 കോടി രൂപ അനുവദിച്ച സ്ഥാനത്ത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 60,000 കോടി രൂപയാണ് സാർ അനുവദിച്ചത്. അതുപോലെ തന്നെ ശമ്പള വർധനവ് നടപ്പാക്കിയപ്പോൾ കേരളത്തോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചത്. സാർ, ഇതിൻ്റെ ഹാജരുമായി ബന്ധപ്പെട്ട് അപാകത നിൽക്കുന്നു. കാരണം ജോലിസ്ഥലത്ത് 7 മണിക്ക് ആളുകൾക്ക് എത്തേണ്ടി വരുന്നു. പലപ്പോഴും മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നുണ്ട്. സാർ, കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ഇത് ഒരു നല്ല ചുവടുവയ്പ്പായിരുന്നു സാർ. സാർ, ആ ക്ഷേമനിധിയുടെ പ്രവർത്തനം നമുക്ക് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജില്ലകളിൽ ഓഫീസ് ആരംഭിച്ചുകൊണ്ട്
നമുക്ക് അടിയന്തരമായിട്ട് ഈ ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ എത്രമാത്രം പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾ നടത്തുന്നു എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. 60% പ്രവർത്തികൾ വരെ ഏറ്റെടുക്കാം. പക്ഷേ വളരെ പരിമിതമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകേണ്ടത് പരമാവധി പ്രവർത്തനങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്തുകൾ ഏറ്റെടുക്കുവാൻ ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം നൽകിയാൽ കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിപ്പിന് അത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർ, മെറ്റീരിയൽ വർക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഇപ്പോൾ അത് 10%. അത് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കണം. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണ് അത് നടത്തുന്നത്. നേരത്തെ പഞ്ചായത്തായിരുന്നു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അത് ക്രമീകരിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. അത് ഗൗരവമായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നൊരു സഭയാണിത്. അത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. സർ, ഈ ആനകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കിടങ്ങുകൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുക്കാനുള്ള സംവിധാനം ഒരുക്കിയാൽ, അത് നമുക്കതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയാൽ ആ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ആ കാര്യം ഗവൺമെന്റ് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കെ സ്മാർട്ട് പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു. അതിലെ അപാകതകൾ നോക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷം കാണേണ്ടത്. സാർ, ഇത് വളരെ മാതൃകാപരമായി രാജ്യത്ത് നടപ്പാക്കിയൊരു പദ്ധതിയാണ്. സാർ, 1 വർഷക്കാലത്തിനിടയിൽ 1 കോടിയിലധികം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞ മാതൃകാപരമായ പദ്ധതിയായി കെ സ്മാർട്ട് പദ്ധതി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഈ കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഏതാണ്ട് 34,500ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. സാർ, അവരിത് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനമാണ് അവരുടെ വരുമാനം. സാർ, അവരുടെ വരുമാനത്തിൽ കുറച്ചുകൂടി വർധനവ് വരുത്താൻ കഴിയുമോ? അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. ഇപ്പോൾ അവർ ശേഖരിക്കുന്ന ഈ പ്ലാസ്റ്റിക് യഥാസമയം നീക്കം ചെയ്യാൻ കഴിയുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ ലെഗസി നീക്കം ചെയ്യുന്നതിനെ കുറച്ച് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അത് പലയിടത്തും തീപിടുത്തം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. സാർ, അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അവരെ കൂടുതൽ സഹായിക്കുവാൻ ഇപ്പോൾ അവർ ഈ മാലിന്യവുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം. അവർക്ക് പരമാവധി സൗജന്യ ചികിത്സ നൽകാൻ കഴിയുമെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള അവരെ സഹായിക്കുവാനുള്ള പഞ്ചായത്തുകൾക്ക് വേണമെങ്കിൽ പ്രത്യേകമായ ഒരു പദ്ധതി വെച്ചുകൊണ്ട് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ സഹായിക്കുവാനുള്ള പദ്ധതിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആലോചിക്കാൻ കഴിയും. സാർ, ഇവിടെ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. സാർ, അത് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ചത് പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിക്കട്ടെ എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ്. പക്ഷേ ഇപ്പോൾ BJP ഭരിക്കുന്ന പഞ്ചായത്തും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തും അവർക്കെല്ലാം ഈ വരുമാനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ വരുമാനം നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത് വർധനവ് വരുത്തിയിട്ടുള്ളത് എന്നുള്ള തരത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ഈ വർധനവിനെ സംബന്ധിച്ച് ഒരു പുനഃപരിശോധന നടത്താൻ കഴിയുമെങ്കിൽ പരമാവധി ആളുകൾക്ക് ഒരു സഹായകരമായി ഒരു പുനഃപരിശോധന നടത്താൻ കഴിയുമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സാർ, ഇവിടെ ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സാർ, അതിൻ്റെ ഭാഗമായി ഗ്രാമീണ റോഡുകൾ മോശപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവരാണ് പരിഹരിക്കേണ്ടത്. പക്ഷേ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല. സാർ, അതുകൊണ്ട് ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു പ്രത്യേക പരിഗണന നൽകി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ
ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.